കണിക്കുന്ന പൂക്കൾ പോലെ എനി ടൈം ന്യൂസിന്റെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിനർവ അക്കാദമി തൃശൂർ, ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറ, മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ജോൺസൺ കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി, മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. കളിച്ചിരി മാറാത്ത പ്രായത്തിലും കാവിലമ്മയ്ക്ക് കാവലാളാകുന്ന ഒരു കൊച്ചു ബാലൻ ഭക്തരുടെ മനസ്സുകളിൽ ഇടം പിടിക്കുകയാണ്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് അത്യപൂർവമായ ഒരു കാഴ്ച കാണാം. ഒറ്റമുണ്ടും പൂണൂലും ധരിച്ച് ചിരിച്ച മുഖവുമായി ഒരു കൊച്ചു ബാലൻ ഭക്തർക്ക് പ്രസാദവും നൽകി നിൽപ്പുണ്ടാകും. തെക്കുംകരയിലെ കലൂർ മഠത്തിൽ താമസിക്കുന്ന വിവേക് രചന ദമ്പതികളുടെ മകൻ ഋഗ്വേദ് എന്ന 11 വയസ്സുകാരനാണ് ഭക്തരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. തിരുവാണിക്കാവ് ഭഗവതിയെക്കുറിച്ച് വീട്ടുകാരിൽ നിന്ന് കേട്ടറിഞ്ഞതാണ് ഈ കൊച്ചുമിടുക്കനെ ഭഗവതിയുടെ സേവകനാക്കാൻ പ്രേരിപ്പിച്ചത്. നേരം പുലരുമ്പോഴേക്കും ഋഗ്വേദ് കുളിച്ച് റെഡിയായി തന്റെ സൈക്കിളിൽ ക്ഷേത്രത്തിലേക്ക് തിരിക്കും. ജലപാനം പോലും കഴിക്കാതെ ഈ കൊച്ചു ബാലൻ പിന്നെ തൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാകും. ശ്രീകോവിലിലെ ബിംബം ശുദ്ധിവരുത്തൽ, പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ, വിളക്കുവയ്പ്, മാല ചാർത്തൽ, പാമ്പിക്കാവിലെ സർപ്പപ്രീതിക്കായുള്ള പൂജ, ഇതിനിടയിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യും. കഴിഞ്ഞ 1.5 വർഷമായി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ ഋഗ്വേദിൻ്റെ നിറസാന്നിധ്യമുണ്ട്. മാർഗദർശിയും പൂജകർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ക്ഷേത്രം മേൽശാന്തി കല്ലൂർ മഠം സുരേഷ് എമ്പ്രാന്തിരിയാണ്. ഭഗവതിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഋഗ്വേദ് സ്വയം പൂജ ചെയ്യാൻ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങിയെന്ന് സുരേഷ് എമ്പ്രാന്തിരി പറഞ്ഞു. നമസ്തേ, ഇത് ഋഗ്വേദ്. ഇവിടെ എൻ്റെ അമ്പലത്തിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു അടുത്ത ബന്ധുണ്ട്, വാമനൻ എമ്പ്രാന്തിരി. അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടിയാണ്. അങ്ങനെ ആള് ഇത്രയേ ഉള്ളൂ, ചെറുതാണെങ്കിലും ഇപ്പോൾ 5 കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി 6ലേക്ക് പാസ്സായി. നല്ല A+ഓടുകൂടി, എല്ലാ A+ഓടുകൂടി ഇപ്പോൾ 6ലേക്ക് പാസ്സായി. അകമല ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥിയാണ്. ഒരു 1 ചിലാനം കൊല്ലമായിട്ട് തെക്കൻകരയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീടിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടിൽ ഈ ഋഗ്വേദിൻ്റെ അവൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും. അമ്മ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു. അപ്പൊ അമ്പലമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഈ കുട്ടിക്ക്. അത് കാരണം സ്കൂൾ മുടക്കുള്ള ദിവസം ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾ ചെയ്യാത്ത കാര്യമാണ്. 4 മണിയോ 4:30 എപ്പോഴാണ് ഞാൻ പറയുന്ന അമ്പലം തുറക്കുന്ന ആ സമയത്ത് എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കൂടെ വന്നിട്ട് അമ്പലത്തിൽ വന്ന് അവിടെ വിളക്ക് വയ്ക്കാനും മാല ചാർത്താനും ഒക്കെ സഹായിക്കും. ശ്രീകോവിൽ കഴുകുക, ഭഗവതിയെ എണ്ണ നേടുക, അത് കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കുക, പാമ്പങ്കാല പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ ഒരു മടിയില്ലാണ്ട് സന്തോഷത്തോടുകൂടി ചെയ്യും. ഇപ്പോൾ പൂജ പഠിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ വെക്കേഷനിൽ ഭഗവതിയുടെ പൂജ പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്ര ചെറിയ കുട്ടികൾ ഇങ്ങനെ അമ്പലത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ പറ്റണോ. അത് ഭഗവതിയായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് കുട്ടിക്ക് തോന്നി, എന്തോ ദൈവാധീനം. എന്തായാലും എല്ലാ ഈശ്വര ഭഗവതിയുടെ കടാക്ഷം എപ്പോഴും കുട്ടിക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. അത് അമ്പലത്തിനോട് പ്രത്യേക താല്പര്യം എന്ന് പറയാൻ കാരണം എപ്പോഴും തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കും, അങ്ക് നാളെ എത്ര മണിക്ക് പോകണം. അപ്പോൾ തിരക്കുള്ള ദിവസത്തിനനുസരിച്ച് 3 മണി 3:30 അങ്ങനെ നട തുറക്കും, തിരക്കനുസരിച്ചിട്ട്. അപ്പോൾ എന്നും ഞാൻ സമയം പറഞ്ഞു വയ്ക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയും നാളെ നമുക്ക് 4:45 പോവാം. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ തറവാട്ട് തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ 4:40 റെഡിയായി പുറത്ത് വന്നിട്ടും ആളെ കാണാനില്ല. അപ്പോൾ 4:45 ബാത്റൂമിൽ നിന്ന് വെളിച്ചം കണ്ടു, കുളി തുടങ്ങി. അതിൻ്റെ ഇടയിൽ കരച്ചിലും കേട്ടു. അപ്പോൾ എന്തോ പന്തികേട് തോന്നി. അപ്പോൾ കുളിച്ച് വേഗം 10 മിനിറ്റ് പുറത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴേക്കും അവന് വിങ്ങിപ്പോട്ടി സങ്കടം വന്നിട്ട്. എന്താ ചോദിച്ചപ്പോൾ എനിക്കാൻ വൈകി, അമ്മ വിളിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അവന്. അപ്പോൾ പ്രശ്നമില്ല, ഞാൻ നമുക്ക് ഇന്ന് തന്നെ പോയിട്ടൊരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ടൈം പീസോ മേടിക്കാം, അലാറം വെച്ച് എടുക്കാം. അന്ന് തന്നെ അമ്പലത്തിലെ കഴിഞ്ഞു ഞങ്ങൾ പുന്നമ്പറമ്പിൽ പോയി ഒരു അലാം ടൈം പീസ് മേടിച്ചു. പിന്നെ അവനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോൾ പൂജകൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുട്ടറക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം ഒരു മുത്തശ്ശി മുട്ടറക്കാൻ വന്നു, അവൻ ചെയ്തു. പക്ഷേ
നാളികേരം ആ കുട്ടിക്ക് എന്തെങ്കിലും ഉടയ്ക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് പിന്നെ ഞാൻ കയറി അത് ചെയ്തു. പുറത്തു വന്നപ്പോൾ അവന് ഭയങ്കര സങ്കടം, കരച്ചില്ല. എന്താ ചോദിച്ചപ്പോൾ നാളികേരം ഉടഞ്ഞില്ല, അതിന് വിഷമം. അപ്പം ഞാൻ ആശ്വസിപ്പിച്ചു. ഒരാള് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, അന്ന് തന്നെ ഡ്രൈവിംഗ് പഠിക്കില്ലല്ലോ, 6 മാസം ഒരുപോലൊക്കെ സമയം പിടിക്കും. അതുപോലെ മെല്ലെ മെല്ലെ കയ്യിന് നാളികേരമൊക്കെ ഇണങ്ങി വരണം. അത് മന്ത്രം പഠിക്കാത്തതുകൊണ്ടോ പൂജകളുടെ ലോപമല്ല, അത് കയ്യിന് ശക്തി വരണം, ഉടച്ചുടച്ച് കൈ തഴമ്പ് വരണം. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ നല്ല ജിജ്ഞാസയാണ്. അത് താല്പര്യം വെച്ച് ഇങ്ങനെ മുന്നേറുന്നു. അത് ഒരു ദൈവ അനുഗ്രഹം കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ തലമുറ കടന്നുവരാൻ മടിക്കുന്ന ഇടത്തിലേക്കാണ് സ്വയം ഈ കുരുന്ന് കടന്നു വന്നത് എന്ന പ്രത്യേകതയാണ്. സ്കൂൾ പഠനത്തിലും ഏറെ മിടുക്കനായ ഋഗ്വേദ് അകമല ഭാരതീയ വിദ്യാഭവനിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എവിടെയും കാണാത്ത അനുഭവമാണ് ഋഗ്വേദ് എന്ന ബാലൻ നമുക്ക് കാട്ടിത്തരുന്നതെന്ന് ദേവസ്വം ജീവനക്കാരൻ MS രമേശ് പറഞ്ഞു. ഞാൻ തിരുവാണിക്കാട് വന്നിട്ട് ഏകദേശം 2 വർഷം ആവണുള്ളൂ, 1.5 വർഷത്തോളമായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത കാലത്താണ് ഈ നമ്മുടെ ഋഗ്വേദ് കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ പയ്യൻ നല്ലതായിട്ട് കാലത്ത് നീക്കണം, നേരത്തെ വരുന്നു. ഇവരുടെ കൂടെ അച്ചാച്ചൻ്റെ കൂടെ ഒപ്പം വരുന്നു, സാമിയുടെ കൂടെയും ഒപ്പം ഉണ്ടാവും. രാവിലെ നേരത്തെ നീച്ച് വരുന്നു. ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെ നേരത്തെ വരില്ല, അവരൊക്കെ കളിച്ച് നടക്കുന്ന സമയമല്ലേ, കിടന്നുറങ്ങാനും. ഇപ്പോഴത്തെ പിള്ളേരനാരും ഇങ്ങനെ നീക്കില്ല, കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ കിടന്നുറങ്ങുക, ഈ പ്രായത്തിലൊന്നും അമ്പലത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജനറേഷനൊന്നും ഇപ്പം ഇങ്ങനെ കാണില്ലേ കുട്ടികളെ. അപ്പോൾ എന്തായാലും അമ്പലത്തിനോട് ബന്ധമുണ്ട്, താല്പര്യമുള്ളൊരു ഇതാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പല ദിവസവും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ കുട്ടികളെ, ചെറിയ കുട്ടികളെ ഇങ്ങനെ കാണുന്ന ഈ പ്രായത്തിൽ 11 വയസ്സ് 12 വയസ്സിലൊന്നും ഇങ്ങനെ കുട്ടികളെ കാണാറില്ല. അത് ഭാവിയുണ്ട്. എന്തായാലും പഠിപ്പിലും നല്ല ഗ്രാജുവേഷനാണ് ആള്, നല്ല ഇതുണ്ട്, പ്രോഗ്രസ് ഉണ്ട് ആൾക്ക്. എന്തായാലും ഈ കുടുംബത്തിൽ വന്നിങ്ങനെ വന്ന കുട്ടി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്.